അസ്സലാമലൈക്കും. ഞാൻ ആദ്യം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ടു ചേഞ്ച് എനി വൺസ് മൈൻഡ്. ഏതൊരാളുടെ മനസ്സ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഈ ഒരു ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഏതൊരു ലീഡറിനും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ലീഡറിന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ അയാളുടെ സബോർഡിനേറ്റ്സിനെ മൈൻഡ്ഫുൾ ആയിട്ട്, അതായത് അവരുടെ 100% എഫേർട്ടോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം. സോ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും ഞാൻ ഇതിലുള്ള എല്ലാ ടിപ്സും പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഷാൽ ഐ? നമ്പർ 1, ബിഗിൻ വിത്ത് ആൻ ഓണസ്റ്റ് അപ്രീസിയേഷൻ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അപ്രീസിയേഷൻ ഇസ് വെരി മച്ച് അണ്ടർ റേറ്റഡ്. കാരണം അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഏത് ലെവൽ, ഏത് മേഖലയിലാണെങ്കിലും ചൂസ് ചെയ്താലും ഒരിക്കലും നിങ്ങൾ താഴ്ന്നു പോകില്ല, നേട്ടങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. കാരണം അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി മാത്രം തന്നെ ഒരു സാധനമാണ്. അത് നിങ്ങൾ ഏത് ലെവലിൽ, ഇപ്പോൾ ഒരു ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഏത് പട്ടിക്കാട്ട് യൂസ് ചെയ്താലും പോസിറ്റീവ് ഫീഡ്ബാക്സ് മാത്രം തന്നെ സാധനമാണ് അപ്രീസിയേഷൻ. സോ പ്ലീസ് ഡു അപ്രീഷിയേറ്റ്. നല്ലത് കണ്ടാൽ നല്ലത് പറഞ്ഞു, ആരോടാണെങ്കിലും. കെട്ടത് കണ്ടാൽ വേണമെങ്കിൽ ഇഗ്നോർ ചെയ്തോ, നോ ഇഷ്യൂസ്. നല്ലത് കണ്ടാൽ പറ. സോ ഇവിടുത്തെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്, ഒരു ബോസ് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഒരു പുതിയ ഐഡിയ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകണം. സോ ആ ഐഡിയ പറയുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറയുന്നത്, നമ്മുടെ ഈ കമ്പനി ഈ ഒരു നിലയിലേക്ക് എത്താൻ എൻ്റെ ഒരു അധ്വാനം മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ടൈം, ഹാർഡ് വർക്ക്, അതൊക്കെ ഈ കമ്പനിക്ക് വളരെയധികം വാല്യബിൾ ആണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ കമ്പനി ഒരിക്കലും ഇവിടെ എത്തൂല. സോ റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ എവരിവൺ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. നമ്മുടെ ഐഡിയ അവർ കേൾക്കാൻ ദേ വിൽ ബി ഓൾ ഇയേഴ്സ്. എല്ലാവരും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് വളരെയധികം ആത്മാർത്ഥതയോടെ അവർ പണിയെടുക്കാൻ തുടങ്ങും ആ ഒരു മൊമെന്റിൽ. സോ അതൊക്കെ അപ്രീസിയേഷൻ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം. സോ ഡു നോട്ട് അണ്ടർ റേറ്റ് ദാറ്റ്. നമ്പർ 2, കോൾ അറ്റൻഷൻ ടു മിസ്റ്റേക്ക് ഇൻഡയറക്ട്ലി. അതായത് എന്തെങ്കിലും നമ്മളൊരു തെറ്റ് കണ്ടാൽ യു ആർ റോങ്, അല്ലെങ്കിൽ ദാറ്റ്സ് ബാഡ്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നെഗറ്റിവിറ്റി മുഖത്തടിച്ച് പറയരുത്. കാരണം അത് അപ്പം തന്നെ അവരുടെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ താഴ്ന്നു, അവർ തളർന്നു, ഒറ്റയടിക്കാണ് മുഖത്തേക്ക് പറയുമ്പോൾ. സോ അത് ഇൻഡയറക്ട്ലി മേ ബി ഒരു ഓഫറായിട്ടാവാം, അല്ലെങ്കിൽ ഈഗോ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും. ഓഫർ ആസ് ഇൻ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുത്തത് നമുക്ക് ഇഷ്ടമായില്ല. സോ നമുക്ക് കൊടുക്കാം, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കൂലേ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അത് മിക്കപ്പോഴും അവരുടെ ഐഡിയക്ക് ഒരു വിലയില്ലാത്ത പോലെ ആവും. പക്ഷേ ഈഗോ വെച്ച് കളിക്കുമ്പോൾ എങ്ങനെയാണ്, ദിസ് ഈസ് ഗുഡ്, പക്ഷേ ഞാൻ നിനക്കായിട്ട് തന്നെയാണ്, കാരണം ഐ എക്സ്പെക്റ്റഡ് മച്ച് ഫ്രം യു. അപ്പോൾ അത് കുഴപ്പമില്ല, അത് സെയിമില്ല എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ രണ്ടാമത് അവനോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ അവൻ ചെയ്തിരിക്കും. കാരണം അവിടെ ഈഗോ ഹേർട്ടായിരിക്കണം. അങ്ങനെ. നമ്പർ 3, ടോക്ക് അബൌട്ട് യോർ മിസ്റ്റേക്ക് ഫസ്റ്റ്. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൈക്കോളജി അറിയണം. ആസ് ഇൻ നിനക്ക് ചെയ്താൽ എനിക്കും ചെയ്യാം, ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഈ ടിപ്പോട് പറയുന്നത്. സോ നമ്മൾ ഒരു ബോസ് എന്നുള്ള നിലയിൽ നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ തുറക്കുന്ന തന്നെ നമ്മൾ ഒരു ഹമ്പിളായിട്ടൊക്കെ നമ്മുടെ മിസ്റ്റേക്സൊക്കെ അഡ്മിറ്റ് ചെയ്താൽ ഒബ്വിയസ്ലി അവരും അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ഉണ്ടെങ്കിൽ അവർ പേഴ്സണലി ആണെങ്കിലും വന്ന് പറയും നമ്മളോട്. കാരണം ബോസിന് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും അവർ വിചാരിക്കുന്നത് ആ ടൈമിൽ. സോ ഹംബിൾനെസ് ഡിസലാംസ് ഈഗോ. നമ്പർ 4, ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഡയറക്റ്റ് ഓർഡേഴ്സ്. ഇത് എനിക്ക് പേഴ്സണലി നല്ല കലിയുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മളോട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെള്ളം എടുത്തൊന്നും വരാൻ പറയാനായിട്ടാണ്. സോ എടാ വെള്ളം എടുത്തൊന്നും വരും എന്ന് ചോദിക്കുന്നതിന് പകരം വെള്ളം എടുത്തൊന്നും പറഞ്ഞാൽ ചുട്ടും ഇഷ്ടമല്ല, അതിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യൂല. മറ്റേത് ചോദിച്ചാൽ എന്നെക്കൊണ്ട് ആവണ കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും, ഓർഡേഴ്സ് ഞാൻ ചെയ്യൂല, എനിക്കിഷ്ടമല്ല. അപ്പോൾ അതേപോലെയാണ് എല്ലാവരും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഡയറക്റ്റ് ഓർഡേഴ്സ് ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അവരോട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നതിന് പകരം അവരെ കൊണ്ട് ആ പണി, ലൈക്ക് അവരുടെ ഐഡിയ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അവരെ കൊണ്ട് ആൻസർ പറയിപ്പിക്കണം. എന്ന് വെച്ചാൽ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം അത് അവരുടെ ഐഡിയ കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അവരതിന് 100% ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് അവർ തരും. പക്ഷെ അത് വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ ഒരു സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അവരുടെ ഐഡിയ അവരെ കൊണ്ട് തോന്നിപ്പിക്കും. എങ്ങനെ? കുറേ ക്വസ്റ്റ്യൻസ് അതിനെ റിലേറ്റഡ് ആയിട്ട് ആ ആൻസർ വരുന്നത് വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം.
സ്റ്റീവ് ജോബ്സും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ അയാൾക്കൊരു ഐഡിയ ഉണ്ടായെങ്കിൽ അയാളുടെ അസോസിയേറ്റ്സിൻ്റെ അടുത്ത് ആ ഐഡിയ ഡയറക്റ്റ് പറയൂല. ആ ഐഡിയയിലേക്ക് എത്തണത് വരെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അത് അവരുടെ ഐഡിയ ആണ്, അവരത് ഡെവലപ്പ് ചെയ്ത് വേറെ ലെവലാക്കി എടുക്കും. കാരണം അത് അവരിൽ നിന്നുണ്ടായ സാധനം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അതാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഡയറക്റ്റ് ഓർഡേഴ്സ്, ആസ്ക് ക്വസ്റ്റ്യൻസ്. മനസ്സിലായ? നമ്പർ 5, ലെറ്റ് ദ അതർ പേഴ്സൺ സേവ് ഫേസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബോസ് എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു എംപ്ലോയീസിൻ്റെ ഒരു തെറ്റ് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കും. സോ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയാൽ നമ്മളുടെ ഫീൽ എന്തായിരിക്കും? ഒലിഞ്ഞു പോയിട്ട് നമുക്ക് ആരെയും ഫേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ആ നാണം കെടുത്തിയ ആളെ കണ്ണെടുത്താൽ നമുക്ക് കണ്ടുകൂടാ, അത്ര ദേഷ്യം ഒരിക്കാളുള്ളൂ. അതന്നെയാണ് സെയിം. അപ്പോൾ നമ്മൾ ഒരാളുടെ തെറ്റ് കണ്ടത് പബ്ലിക്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതാക്കരുത്. കാരണം ഡിഗ്നിറ്റി, അഭിമാനം ഒറ്റയടിക്ക് ഇല്ലാണ്ടാവണേ. സോ ഇൻസ്റ്റെഡ് നമ്മൾ അയാളെ മാറ്റിയിട്ട് പ്രൈവറ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ അയാൾ അത് മനസ്സിലാക്കാനാണ്. കാരണം അയാളുടെ തെറ്റ് കണ്ട് എന്നിട്ട് പോലും എല്ലാവരും മുമ്പ് വെച്ച് നാണം കെടുത്താണ്ട് പ്രൈവറ്റായിട്ട് വിളിച്ച് പറഞ്ഞു എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ അവർക്ക് നമ്മളോട് പ്രത്യേകതര റെസ്പെക്റ്റ്, ഒരു അറ്റാച്ച്മെൻറ്റും പ്രത്യേകതര ആത്മാർത്ഥത എല്ലാം തോന്നും. എന്നും നമ്മുടെ അടുത്ത് ലോയലായിരിക്കും. ഒരു ബോസ് എന്നുള്ള നിലയിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണത്. എല്ലാവരെയും മുമ്പ് വെച്ച് നാണം കെടുത്തരുത്. നമ്പർ 6, പ്രൈസ് ദ സ്ലൈറ്റസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എവറി ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെയും അപ്രിസിയേഷൻ. എല്ലാ വീഡിയോയും ഞാൻ അപ്രിസിയേഷനെ പറ്റി പറയുമ്പോൾ ലോങ് ആയിക്കൊണ്ടിരിക്കും. സോ ഇത്രയും മാത്രം മനസ്സിലാക്കുക, അപ്രിസിയേഷൻ എല്ലായിടത്തും വാല്യുബിളാണ്. സോ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ഒരു ബോസ് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ എംപ്ലോയീസിൻ്റെ ഒരു വർക്ക് കാണുന്നതാണ്. അത് ചിലപ്പോൾ പോരാ, പക്ഷെ മുമ്പത്തേക്കാളും ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് പറയാം. ആ പ്രോഗ്രസ് അവരെ ഉണ്ടെന്ന് അവർക്ക് തോന്നിപ്പിക്കുക. കാരണം എൻകറേജ് ചെയ്യണത് അവരുടെ മൈൻഡിൽ ഡോപ്പമിൻ ക്രിയേഷനാണ്. ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓരോ വട്ടങ്ങൾ ചെയ്യും തോറും അവർ ബെറ്ററായിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുമ്പത്തേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിപ്പോർട്ടായിട്ട് എൻ്റെ ഒരു എംപ്ലോയി തന്നെയാണ്. അപ്പോൾ ഞാൻ പറയും, മാഷാ അല്ലാഹ്, മുമ്പത്തേക്കാളും സെറ്റ് ആയിട്ടുണ്ടല്ലോ, വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അവർക്ക് കിട്ടണം. നെക്സ്റ്റ് ടൈം ഇതിലും ബെറ്റർ ആയിരിക്കും, ഇൻഷാ അല്ലാഹ് എന്തായാലും ബെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ലൈക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അതിൻ്റെ സ്റ്റുഡൻസിന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണത്, ലീഡർ എന്നുള്ള നിലയിൽ അതിൻ്റെ എംപ്ലോയീസിൻ്റെ ലോയൽറ്റി ബിൽഡ് ചെയ്യണത്, പാരൻസ് എന്നുള്ള നിലയിൽ അവരുടെ പിള്ളേർക്ക് ക്യാരക്ടർ ബിൽഡ് ചെയ്യണത്, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഒറ്റ രാത്രി കൊണ്ടല്ല ഒരു തേങ്ങ ഉണ്ടാവണത്, എല്ലാം പേഷ്യൻസ് ഉണ്ടാവണം. നമ്പർ 7, ഗിവ് ദ അതർ പേഴ്സൺ എ ഫൈൻ റെപ്യൂട്ടേഷൻ ടു ലിവ് അപ് ടു. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു എക്സാമ്പിളാണ്. ഞാൻ 10th 9th സ്റ്റാൻഡേർഡിലായിരുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ ഒരു കട്ട് പീസ് വെക്കാത്തൊരു എക്സാം പോലും ഇല്ല, എല്ലാ എക്സാമിനും വെക്കാറുണ്ട്. അപ്പോൾ ഏതോ ഒരു ടെസ്റ്റിന്, ഒരു മാത്സ് പീരീഡിന്, ഒരു മാത്സിൻ്റെ ടെസ്റ്റിന് ഒരു ഫുൾ മാർക്ക് മേടിച്ച്, അന്ന് ക്ലാസ്സിൽ അവൻ മാത്രമേ മേടിച്ചുള്ളൂ. സോ അന്ന് ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്ത് വേറെ ലെവലാക്കി കൊടുത്തു. അതായത് ചാക്കം പുലിയാണ്, ഇവനെയൊക്കെ കണ്ട് പഠിക്കുക, അവൻ മാത്രമേ പഠിച്ചു വന്നുള്ളൂ, അതാണ് ഇതാണ്. അവനൊരു റെപ്യൂട്ടേഷൻ, അവനൊരു ഫൈൻ റെപ്യൂട്ടേഷൻ അവർ ഇട്ട് കൊടുത്തു. മിസ് അറിഞ്ഞുകൊണ്ടാണ് അറിയാണ്ടാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ബട്ട് ഇട്ട് കൊടുത്ത് അതിന് ശേഷം മാത്സിന് പുലി എന്ന് പറഞ്ഞ പുലിയായിരുന്നു വെച്ചാൽ അവൻ്റെ അടുത്ത് ചെന്ന് നമ്മ ഡൗട്ട് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ആ ലെവലിലേക്ക് ആ ചെക്കൻ വളർന്നു. മാത്സ് പിന്നെ കട്ടീസ് വെച്ച ചരിത്രമില്ല അതിനുശേഷം. അത്രക്ക് അതാണ് അപ്രിസിയേഷൻ്റെ ഒരു പവർ. ഇവിടുത്തെ കേസിൽ നമ്മുടെ എംപ്ലോയീസിന് ഒരു ഫൈൻ റെപ്യൂട്ടേഷൻ, ഇപ്പോൾ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി, നിനക്ക് ഈ പണി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൊരു പണിയാണ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന കാര്യമായിരിക്കില്ല, പക്ഷേ സബ് കോൺഷ്യസ്ലി അവൻ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ്, നിങ്ങളുടെ ആ റെപ്യൂട്ടേഷൻ അവൻ ഇട്ട് കൊടുത്തുകൊണ്ട് ആ ലെവലിലേക്ക് അവൻ എത്തി. ആ ലെവലിൽ ഞാൻ ചിന്തിക്കുള്ളൂ, ആ ലെവലിലെ വർക്കേ അവൻ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുള്ളൂ. അതാണ് അപ്രിസിയേഷൻ്റെ പവർ. നമ്പർ 8, മേക്ക് ദ ഫോൾട്ട് സീം ഈസി ടു കറക്റ്റ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ കണ്ടുള്ള റിയാക്ഷനാണ്. ഇപ്പോൾ ഒരു തേങ്ങ നടക്കൂല, എല്ലാം കൊള്ളാക്കി വെച്ചേക്കാണ് മാങ്ങ, അതിനെന്ത് ഇങ്ങനത്തെ ഒരു റിയാക്ഷനാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഹോപ്പ്ലെസ് ആണ്.
അവിടെ നിങ്ങൾക്കിനി ഒന്നും ചെയ്യാനൊന്നുമില്ല, നിങ്ങളുടെ എംപ്ലോയീസിനൊന്നും ചെയ്യാനൊന്നുമില്ല. ഡെഡ് എൻഡ് പോലത്തെ റിയാക്ഷനാണ് നിങ്ങളവിടെ കൊടുത്തത്. ഒരു ഫോൾട്ടും ഉണ്ട്. പക്ഷെ ആ സെയിം ഫോൾട്ട് നിങ്ങൾ സബ് കോൺഷ്യസ്ലി എംപ്ലോയീസിൻ്റെ മൈൻഡിൽ ഒരു ചെറിയ നിസ്സാര സാധനം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ആ സാധനം നിസ്സാരമായിട്ട് തന്നെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കും. സബ് കോൺഷ്യസ്ലി കളിക്കണം നമ്മൾ. ആ സെയിം സാധനം നമ്മൾ ഇങ്ങനെ പറയണേ, ഇത് വലിയ കുഴപ്പമില്ല, ചെറിയ ടച്ചപ്പിൻ്റെ ആവശ്യമുള്ളൂ, വലിയ സീനൊന്നുമില്ല, ഒന്നൊരു ചെയ്തിട്ടില്ല, അതൊന്ന് സെറ്റാക്കാന്നുള്ളൂ. അത്രയും ഈസി ആക്കി നിങ്ങൾ ഒരു തെറ്റ് നിങ്ങൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ അവരത്രയും ഈസി ആക്കിയിട്ട് തന്നെ ആ സാധനം ഫിക്സ് ചെയ്തുകൊണ്ടിരും. നിങ്ങളാണ് അവിടെ പ്രോബ്ലം. അത് ഈസി ആക്കാനാണെങ്കിലും ടഫ് ആക്കാനാണെങ്കിലും അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ മേക്ക് ഇറ്റ് സീം ഈസി ടു കറക്റ്റ്. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ്, മേക്ക് ദ അതർ പേഴ്സൺ ഹാപ്പി അബൌട്ട് ഡൂയിങ് വാട്ട് യു സജസ്റ്റ്. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. അതായത് ഒരാൾ ഫോഴ്സ്ഫുള്ളി ഒരാളെ കൊണ്ട് കാര്യം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അയാളുടെ 100% തരൂല. ഇൻസ്റ്റഡ് അവർക്ക് മീനിങ് ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് റിവാർഡിങ് ആയിട്ട്, അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാക്കി അവർ ചെയ്യുള്ളൂ. സോ നമ്മൾ ഇവിടെ അവരെ എൻകറേജ് ചെയ്ത് വിടണമാണ് പേഴ്സണലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ. എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രൊജക്റ്റ് ഞാൻ എൻ്റെ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പറയാനാണ്, ഈ പ്രൊജക്റ്റ് നിന്നേക്കാട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആരുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല ഇവിടെ. യു ആർ ദ ബെസ്റ്റ് ഗൈ ഫോർ ദിസ്, ഐ ട്രസ്റ്റ് യു വിത്ത് ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ പേഴ്സണലി അവനിലേക്ക് ഒരു റെപ്യൂട്ടേഷനും അവനക്കൊരു എൻകറേജ്മെൻറ്റും അവനക്ക് ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റ് കൊടുക്കുന്നതാണ്. അവനതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലൊക്കെ തരുള്ളൂ. കാരണം നമ്മൾ അവൻ്റെ ഈഗോ വെച്ചാണ് നമ്മളവിടെ കൊടുത്തതാണ്. ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ മേക്ക് ദ അതർ പേഴ്സൺ ഹാപ്പി അബൌട്ട് ഡൂയിങ് വാട്ട് യു സജസ്റ്റ്. സോ ഒരാളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാനുള്ള 9 പോയിന്റ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സോ ഈ പോയിന്റ്സ് ഏതെങ്കിലും സെൻസിബിളായിട്ട് തോന്നാത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഡൗൺ ബിലോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. എന്നെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഡൗൺ ബിലോ. എൻ്റെ പ്രസൻറ്റേഷൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കോഴ്സ് കമൻറ്റ് ഡൗൺ ബിലോ. എന്തിനും ബാക്കിയില്ല, സബ്സ്ക്രൈബ്. ഞാനൊന്നിലും പറഞ്ഞിട്ടില്ല. So until then, I'm building something bigger. Stick around. Assalamu alaikum.